നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഓരോ നോമ്പുകാരനും തടയപ്പെടാത്ത റദ്ദില്ലാത്തൊരു ദുആ ഉണ്ട് എന്നാണ്. അത് എല്ലാ രാത്രികളിലും ഉണ്ടെന്നാണ്. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ റമളാനിനെ കുറിച്ച് പറയുന്നിടത്താണ് പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞത്. റമളാനിന്റെ അഹ്കാമുകൾ പറഞ്ഞിട്ട് പറഞ്ഞു, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവതദ് ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലീ വൽയുഅ്മിനൂ ബി ലഅല്ലഹും യർഷുദൂൻ. എൻ്റെ അടിമകൾ എന്നെക്കുറിച്ച് ചോദിച്ചാൽ പറയണം, ഞാൻ അവരുടെ സമീപസ്ഥനാണ്. ഇപ്പൊ ഷഹ്റു റമളാനല്ലദീ എന്ന് പറഞ്ഞിട്ട് പിന്നുള്ള ആയത്തിലാണ് ഇത് പറയുന്നത്. അത് കഴിഞ്ഞ് വീണ്ടും പറയുന്നത് എന്താണ്? ഉഹില്ല ലക്കും ലൈലത സിയാമി റഫസു ഇലാ നിസായിക്കും. വീണ്ടും നോമ്പിന്റെ ഹുക്കുമാണ്. അപ്പോ നോമ്പിന്റെ അഹ്കാമുകൾ പറയുന്നതിനിടക്ക് ദുആനെ കുറിച്ച് പറഞ്ഞത് എന്തിനാണ്? ഉലമാക്കൾ പറയുന്നത് നോമ്പിന്റെ സമയത്തുള്ള പ്രാർത്ഥനയുടെ പ്രാധാന്യമാണ്. പ്രത്യേകിച്ചും റമളാനിന്റെ രാത്രികളിൽ ആ പ്രാർത്ഥനയിലൂടെ വലില്ലാഹി ഉതഖാഉ മിനന്നാർ വദാലിക ഫീ കുല്ലി ലൈല, എല്ലാ രാത്രിയിലും അല്ലാഹു നിങ്ങളെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതാണ്. നരകം ലഭിക്കാൻ കാരണമായി തീർന്ന പ്രവർത്തനങ്ങളുള്ള ആളുകൾക്ക് റമളാൻ വളരെ വലിയൊരു അവസരമാണ്. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക. റഹ്മാനായ റബ്ബിന്റെ അടുക്കൽ ദുആയേക്കാൾ ആദരിക്കപ്പെടുന്ന മറ്റൊന്നില്ല എന്നാണ്. ലൈസ ശൈഉൻ അക്രമ അലല്ലാഹി മിനദ് ദുആ. പ്രാർത്ഥനയേക്കാൾ പടച്ച റബ്ബിന്റെ അടുത്ത് ആദരവോടെ സ്വീകരിക്കപ്പെടുന്ന മറ്റൊരു വിഷയമില്ല എന്നാണ്. അടിമകൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അങ്ങേയറ്റത്തെ ഇഷ്ടമാണ് അടിമകളോട്. ദുആ ചെയ്യുമ്പോൾ റഹ്മാനായ റബ്ബിന് അടിമകളോട് ഇഷ്ടമാണ്. കാരണം ദുആ എന്നുള്ളത് മുഖുൽ ഇബാദ, ഇബാദത്തിന്റെ മജ്ജയാണ്. പ്രാർത്ഥന അതിനുവേണ്ടിയാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചത് പോലും. അതുകൊണ്ട് ധാരാളമായി ദുആ ചെയ്യുക. ഇഹപര നന്മകൾക്ക് വേണ്ടി ഒട്ടനവധി പരീക്ഷണങ്ങളിലൂടെയാണ് വ്യക്തികളും കുടുംബങ്ങളും സമൂഹവും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് എണ്ണി തിട്ടപ്പെടുത്താൻ നമുക്ക് സാധിക്കാത്ത വിധം വ്യക്തിജീവിതം, കുടുംബജീവിതം, വൈവാഹിക ജീവിതം, സാമ്പത്തിക രംഗം, സാമൂഹിക രംഗം, ഒരു മുസ്ലിം എന്നുള്ള നിലക്ക്, ഇസ്ലാം എന്ന മതത്തിന്റെ ആളുകൾ എന്നുള്ള നിലക്ക് കടുത്ത പരീക്ഷണങ്ങൾ, പ്രയാസങ്ങൾ, ആദർശരംഗത്തും അല്ലാതെയും എല്ലാ മേഖലകളിലും പരീക്ഷണങ്ങളാണ്. എന്തേ മാർഗമുള്ളൂ? റബ്ബിനോട് പറയുക, അള്ളാഹുവിൽ അഭയം തേടുക, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് തഖ്വയോടുകൂടി മുന്നോട്ട് പോയാൽ വഇൻ തത്തഖൂ വതസ്ബിറൂ, നിങ്ങൾ ക്ഷമ അവലംബിക്കുകയും തഖ്വയോടുകൂടി നിലകൊള്ളുകയും ചെയ്താൽ റഹ്മാനായ റബ്ബ് നിങ്ങളെ സഹായിക്കുന്നതാണ്.